എ റോബോട്ട് വിത്ത് എ വൈറസ്. 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ചാപ്റ്ററിൻ്റെ സമ്മറി നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ്. ദ വൈബ്രൻറ്റ് ഗോൾഡൻ സൺലൈറ്റ് ഡാൻസ്ഡ് അക്രോസ് ദ സ്ട്രീറ്റ്സ്. ഇറ്റ് കാസ്റ്റ് വാം ഹൂസ് അപ്പോൺ ദ ഹൗസ് ടോപ്സ്. ദി എയർ വാസ് ക്രിസ്പ് ആൻഡ് റിഫ്രഷിംഗ്. ദി sunbeams beeped into Ricky's room through the skylight. He was still in bed. He was a young boy of 11. അതിൻ്റെ മലയാളം മീനിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഇറ്റ് വാസ് എ സണ്ണിങ് മോർണിംഗ്. സൂര്യപ്രകാശമുള്ള ഒരു പ്രഭാതമായിരുന്നു അത്. സൂര്യപ്രകാശമുള്ള ഒരു പ്രഭാതമായിരുന്നു അത്. ദി വൈബ്രൻറ്റ് ഗോൾഡൻ സൺലൈറ്റ് ഡാൻസ്ഡ് അക്രോസ് ദി സ്ട്രീറ്റ്. ആകർഷകമായ സ്വർണ്ണ നിറത്തിലുള്ള സൂര്യപ്രകാശം തെരുവുകളിൽ നൃത്തം ചെയ്തു. ഇറ്റ് കാസ്റ്റ് വാം ഹ്യൂസ് അപ്പോൺ ദി ഹൗസ് ടോപ്സ്. ഇത് ആകർഷകമായ സ്വർണ്ണ നിറത്തിലുള്ള സൂര്യപ്രകാശം തെരുവുകളിൽ നൃത്തം ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞില്ലേ. ഇത് വീടുകളുടെ മുകൾ ഭാഗങ്ങളിൽ പലതരം വർണ്ണങ്ങൾ വിതറി. അന്തരീക്ഷം ചടുലവും ഉന്മേഷദായകവുമായിരുന്നു. മുകളിലെ ജാലകത്തിലൂടെ സൂര്യകിരണങ്ങൾ റിക്കിയുടെ മുറിയിൽ. സൺബീംസ് പീപ്ഡ് ഇൻടു റിക്കീസ് റൂം ത്രൂ ദ സ്കൈലൈറ്റ്. മുകളിലെ ജാലകത്തിലൂടെ സൂര്യകിരണങ്ങൾ റിക്കിയുടെ മുറിയിലേക്ക് എത്തി നോക്കി. ഹി വാസ് സ്റ്റിൽ ഇൻ ബെഡ്. ഹി വാസ് എ യങ് ബോയ് ഓഫ് 11. അവനെപ്പോഴും കിടക്കയിൽ തന്നെയായിരുന്നു. അവൻ ഒരു 11 വയസ്സുള്ള ഒരു ആൺകുട്ടിയായിരുന്നു. ആര്? റിക്കിയുടെ റൂമിലേക്ക് രാവിലെ തന്നെ സൂര്യപ്രകാശത്തിൻ്റെ കിരണങ്ങൾ ആ റൂമിലേക്ക് പതിക്കുകയാണ്. മുകളിലെ ജാലകത്തിലൂടെ സൂര്യകിരണങ്ങൾ റിക്കിയുടെ മുറിയിലേക്ക് എത്തി നോക്കിയപ്പോൾ എന്താ? റിക്കി അപ്പോഴും അവിടെ തന്നെ കിടക്കയിലായിരുന്നു. ഒരു 11 വയസ്സുള്ള ഒരു ആൺകുട്ടിയായിരുന്നു നമ്മുടെ റിക്കി. റിക്കി ലിവ്ഡ് ഇൻ എ ലവ്ലി ഫ്യൂറിസ്റ്റിക് ഹൗസ് വിച്ച് ഹാഡ് എവറിത്തിങ് യു ക്യാൻ എവർ വാണ്ട്. ബട്ട് ഹി വാസ് slovenly in his habits. He just threw his belongings all over the place. നിങ്ങൾ എപ്പോഴെങ്കിലും ആഗ്രഹിച്ച രീതിയിലുള്ള മനോഹരമായ ഒരു ആധുനിക വീട്ടിലാണ് ആര് താമസിച്ചിരുന്നത്? റിക്കി താമസിച്ചിരുന്നു. എന്നാൽ അവൻ്റെ ശീലങ്ങളിൽ അവൻ അലസനായിരുന്നു. അവൻ തൻ്റെ സാധനങ്ങൾ എല്ലായിടത്തും വലിച്ചെറിഞ്ഞു. വീടിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും അവൻ്റെ സാധനങ്ങൾ അമ്മയ്ക്ക് ശേഖരിക്കേണ്ടി വന്നു. നമ്മളെപ്പോഴും വിചാരിക്കാറുണ്ട് നല്ല ഒരു ആഡംബര വീട്ടിൽ ജീവിക്കണമെന്ന്. അതേപോലത്തെ ഒരു വീട്ടിലായിരുന്നു റിക്കി താമസിച്ചത്. പക്ഷേ അവൻ എന്ത് ചെയ്തു? സാധനങ്ങളൊന്നും അവൻ വെച്ചോടത്തൊന്നും സ്ഥിരമായിട്ട് വെക്കില്ല. പല ഭാഗത്തേക്ക് ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് അവൻ്റെ അമ്മയ്ക്കായിരുന്നു പണി. അമ്മ അത് കുറച്ച് കഴിയുമ്പോൾ പല ഭാഗത്തു നിന്ന് സാധനങ്ങളൊക്കെ ശേഖരിക്കേണ്ടി വന്നു. ഹിസ് മദർ ഹാഡ് ടു കളക്ട് ഹിസ് ബിലോങ്സ് ഫ്രം ഓൾ കോർണേഴ്സ് ഓഫ് ദി ഹൗസ്. അവൻ്റെ സാധനങ്ങളൊക്കെ അവൻ വലിച്ചെറിഞ്ഞത് പല ഭാഗത്തു നിന്നും അമ്മയ്ക്ക് ശേഖരിക്കേണ്ടി വന്നു. ഹിസ് മദർ, ഹൂ വാസ് ദി മാനേജർ ഓഫ് എ ബാങ്ക്, ലെഫ്റ്റ് ഇൻ ദ മോർണിംഗ് ഫോർ വർക്ക്. ഷീ ഓൾവേസ് ഹാഡ് വർക്ക് ഫോർ റിക്കി. റിക്കി, കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദി സ്റ്റഡി റൂം. റിക്കിയുടെ അമ്മ ഒരു ബാങ്കിലെ മാനേജറായിരുന്നു. രാവിലെ അമ്മയ്ക്ക് ജോലിക്ക് പോകേണ്ടിയിരുന്നു. അവൾക്ക് എപ്പോഴും റിക്കിക്ക് വേണ്ടി ജോലി ചെയ്യേണ്ടിയിരുന്നു. റിക്കി അങ്ങനെ സാധനങ്ങളൊന്നും അവൻ സൂക്ഷിക്കുകയൊന്നുമില്ല. അപ്പോൾ റിക്കിനോട് പറയാണ്, റിക്കി നീ സ്കൂൾ ബാഗ് എൻ്റെ അമ്മ പറയാണ് റിക്കിനോട്, റിക്കി നീ എപ്പോഴും സ്കൂൾ ബാഗ് സ്റ്റഡി റൂമിൽ തന്നെ സൂക്ഷിക്കണം. അമ്മയ്ക്ക് രാവിലെ ജോലിക്ക് പോകേണ്ടതുകൊണ്ട് ഇതൊന്നും എല്ലാം എത്തിച്ച് നോക്കാം. റിക്കി, പുട്ട് യുവർ ക്ലോത്ത്സ് in the washing machine. Ricky, wash your tiffin box. Ricky, iron your t-shirt and trousers and so on. But he was always playing. അമ്മ പറയുന്ന, റിക്കി നിൻ്റെ വസ്ത്രങ്ങൾ നീ വാഷിംഗ് മെഷീനിലിടൂ. റിക്കി ടിഫിൻ ബോക്സ് കഴുകൂ. റിക്കി നീ നിൻ്റെ ടീഷർട്ടും ട്രൗസറും ഇസ്തിരി ഇടൂ എന്നിങ്ങനെ. പക്ഷെ അവൻ അപ്പോഴും അമ്മ പറയുന്നത് കേട്ടിട്ട് അപ്പോഴും അവൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
ആണ് പറഞ്ഞത്. ബട്ട് ഹി വാസ് ഓൾവേസ് പ്ലേയിങ്, അവൻ എപ്പോഴും കളിച്ചുകൊണ്ടിരുന്നു. Ricky did not help much around the house, but he was as excited as his parents when they bought the latest model of butler robot. As soon as it arrived, off it went, cooking, cleaning, and ironing. But the most important work it did was picking up Ricky's clothes from the floor. റിക്കി വീട്ടിൽ കാര്യമായിട്ടൊന്നും സഹായിച്ചിരുന്നില്ല. എന്നാൽ ബട്ട്ലർ റോബോട്ടിൻ്റെ ഏറ്റവും പുതിയ മോഡൽ വാങ്ങിയപ്പോൾ മാതാപിതാക്കളെ പോലെ അവനും ആശ്ചര്യത്തിലായിരുന്നു. വന്നയുടനെ എന്ത് ചെയ്തു? അത് പാചകം, വൃത്തിയാക്കൽ, ഇസ്തിരിയിടൽ എന്നീ ജോലികൾ ചെയ്യാൻ തുടങ്ങി. എന്നാൽ അത് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ജോലി റിക്കിയുടെ വസ്ത്രങ്ങൾ തറയിൽ നിന്ന് എടുക്കുക എന്നതാണ്. On the first day when he went to sleep, his bedroom was in a disastrous state as usual. But when he woke up the next morning, everything was perfectly clean and tidy. Wonderful! How new!